നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2 പതിറ്റാണ്ടിനു മുൻപ് വാഹനാപകടത്തിൽ അരയ്ക്കുകീഴെ തളർന്ന മരത്താക്കര സ്വദേശിയും ആൽഫ തൃശൂർ ഒല്ലൂർ സെന്ററുകളിൽ നിന്ന് ഫിസിയോതെറാപ്പി പരിചരണം നേടുകയും ചെയ്ത ബിജു ഹോപ്പിന്റെ നോവൽ പുറത്തിറങ്ങി. വീണ്ടെടുപ്പ് എന്ന തന്റെ നോവൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന യഥാർത്ഥ ബുദ്ധിമുട്ടുകളെ കുറിച്ച് സമൂഹത്തിലേക്ക് വെളിച്ചം വീശുന്നതാണെന്ന് ബിജു പറഞ്ഞു. ഈ നോവലുമായി ബിജു തൃശൂർ സെന്ററിലെത്തി ഭാരവാഹികൾക്ക് കോപ്പികൾ നൽകി. ഐബുക്സ് ആണ് നോവൽ പുറത്തിറക്കിയിട്ടുള്ളത്. തൃശൂർ സെന്ററിൽ ഫിസിയോതെറാപ്പി പരിചരണത്തിലിരിക്കുമ്പോഴാണ് ബിജു തനിയെ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയത്. തുടർന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും LLBയുമെല്ലാം നേടി വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ളയാളാണ് ബിജു ഹോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബിജു. വീൽ ചെയറിലുള്ളവരുടെ അസോസിയേഷന്റെ സജീവ പ്രവർത്തകൻ കൂടിയാണ് ബിജു. ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ ഹോസ്പീസ് കെട്ടിടം 3ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനവും ഫണ്ട് സ്വീകരണവും രക്ഷാധികാരികളെ അവരോധിക്കലും നടത്തി. എറിയാട് ചേരമാൻ ജംഗ്ഷനു സമീപത്തെ നിർമ്മാണം പുരോഗമിക്കുന്ന ഹോസ്പീസ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ലിങ്ക് സെന്റർ പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിച്ചു. PA മുഹമ്മദ് അലി പടിയത്ത് ഉദ്ഘാടനം ചെയ്തു. KVHSS 1976 SSLC ബാച്ച്മേറ്റ്സ്, കറുകപ്പാടത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ, PL കബീർ പറമ്പത്ത് കണ്ടി എന്നിവരിൽ നിന്ന് കെട്ടിട നിർമ്മാണ ഫണ്ട് സെന്റർ ഭാരവാഹികൾ ഏറ്റുവാങ്ങി. മുഖ്യ രക്ഷാധികാരികളായി അമീർ അഹമ്മദ് മണപ്പാട്ട്, KM അഹമ്മദ് കുത്തുമാക്കച്ചാലിൽ, AK സെയ്ദ് മുഹമ്മദ്, അയ്യാരിൽ ചെളുക്കയിൽ PM മുഹമ്മദ് അലി പടിയത്ത്, PK അലി പത്തായപുരയ്ക്കൽ, AK ഇബ്രാഹിം അയ്യാരിൽ ചെളുക്കയിൽ. രക്ഷാധികാരികളായി KK മുഹമ്മദ് നിസാർ കറുകപ്പാടത്ത് പുത്തൻവീട്, PI അബ്ദുൾ നാസർ പൂന്നിലത്ത്, AA മുഹമ്മദ് സഹീദ് അയ്യാരിൽ നെടുമ്പറമ്പിൽ, ഷഹീദ സെയ്ദ് മുഹമ്മദ് അയ്യാരിൽ ചെളൂക്കയിൽ, KK നജീബ് കൈതക്കപ്പറമ്പിൽ എന്നിവരെ ഷോളണിയിച്ചും സർട്ടിഫിക്കറ്റ് നൽകിയും അവരോധിച്ചു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, മുഖ്യ രക്ഷാധികാരി ഹംസ അബ്ദുള്ള കൊണ്ടാമ്പുള്ളി, ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ എന്നിവർ അതിഥികളായിരുന്നു. ഹോസ്പീസ് നിർമ്മാണ കമ്മിറ്റി റിപ്പോർട്ട് കൺവീനർ VK അബ്ദുൽ കരീം അവതരിപ്പിച്ചു. സെക്രട്ടറി CS തിലകൻ സ്വാഗതവും ട്രഷറർ ശ്രീകല നന്ദിയും പറഞ്ഞു. താഹ, PK ധർമ്മരാജൻ, KK സെയ്തു, ഇക്ബാൽ, ജമാൽ തൊടുപുള്ളി, EV രമേശൻ, സീനത്ത്, ഫാത്തിമ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ഓർമ്മ ദിനത്തിൽ പ്രാർത്ഥനയർപ്പിക്കുന്നതിനായി ആൽഫ തറവാട്ടിൽ ഒരുക്കിയിട്ടുള്ള ഉപാസനയിൽ ഇന്ന് 3 കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥനയ്ക്കായി അംഗങ്ങളെത്തി. മാള സെന്ററിന്റെ പരിചരണത്തിലിരുന്ന മടത്തുംപടി മലന്തറ വീട്ടിൽ ശിവന്റെയും, ചാലക്കുടി സെന്ററിന്റെ പരിചരണത്തിലിരുന്ന കൂടപ്പുഴ അത്തക്കുടത്ത് ഗോപിനാഥന്റെയും, തളിക്കുളം സെന്ററിന്റെ പരിചരണത്തിലിരുന്ന വലപ്പാട് വട്ടപ്പിള്ളി വേലായുധന്റെയും കുടുംബാംഗങ്ങളാണ് ഉപാസനയിലെത്തി പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടത്. പ്രാർത്ഥനയ്ക്ക് സിസ്റ്റർ സാവിത്രി നേതൃത്വം നൽകി. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.